അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ ആയാലും ഒരു യൂട്രസ് റിമൂവ് ചെയ്യുന്നത് ഒന്നും വേണ്ട, ഒരു സിസേറിയൻ സെക്ഷൻ ഒരു 90% സ്ത്രീകൾക്ക് ഇപ്പൊ നെസസറി സെക്ഷൻ്റെ ഒരു സ്കാറൊക്കെ കാണും. അപ്പൊ ആ ഭാഗത്തൊക്കെ കുടലും പണ്ടവും ചെറുതായിട്ടൊന്ന് പുറത്തിറങ്ങി വരുന്നതിന്റെ ഒരു അതിനാണ് ഹെർണിയ എന്ന് പറയുന്നത്. അപ്പൊ ഈ മുറിവിൽ വരുന്ന ഹെർണിയ ഇൻസെഷണൽ ഹെർണിയ എന്നും പറയും. റെക്കറന്റ് കോഫ്, അതായത് ചുമ നിർത്താതെയുള്ള ചുമ, മറ്റേന്തെങ്കിലും ക്രോണിക് ചെസ്റ്റ് ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ചുമച്ച് വയറിനകത്ത് പ്രഷർ കൂടാം, അത് കൂടാം. പിന്നെ സ്ത്രീകളിലെ പ്രഗ്നൻസി മറ്റൊരു ഫാക്ടറാണ്. അപ്പൊ വയറിനകത്ത് പ്രഷറും കൂടി വീക്ക്നെസ് ആയിട്ടുള്ള ഒരു ഏരിയയും കൂടെ ഉണ്ട്, വീക്ക് ആയിട്ടുള്ള ഒരു ഏരിയയും കൂടെ ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് ഹെർണിയ വരും. പൊക്കിൾ അടഞ്ഞു പോകാൻ കുറച്ച് വൈകാറുണ്ട്. ചില കുഞ്ഞുങ്ങൾക്ക് 2 വയസ്സാവും, 3 വയസ്സാവും, ചിലപ്പോൾ 5 വയസ്സ് വരെ ആയെന്നിരിക്കാം. അപ്പൊ ആ ഗ്യാപ്പ് ഇരിക്കുന്നിടത്തോളം അതിലൊരു ഹെർണിയ വരും. പക്ഷെ അത് തന്നെ അടഞ്ഞു പോകാൻ സാധ്യത 70% വരെ കുട്ടികൾക്കും തന്നെ അടഞ്ഞു പോയിക്കോളും. നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുഴ പോലെയോ ഒക്കെ കാണപ്പെടുമ്പോൾ നമ്മളത് വളരെ നിസ്സാരവൽക്കരിച്ച് കളയാറാണ് പതിവ്. കാരണം ചിലപ്പോൾ എവിടെയെങ്കിലും ഇടിച്ചിട്ടുള്ള ഒരു മുഴയായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് വന്നിട്ട് തനിയെ പോവുമായിരിക്കും എന്ന് നിസ്സാരവൽക്കരിച്ച് കളയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കുള്ളൊരു സംശയത്തിന്റെ ദൂരീകരണവുമായിട്ടാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. ഡോക്ടർ സ്റ്റോക്കിങ്ങിൽ നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ അനുഷ് മോഹനാണ്, ഗ്യാസ്ട്രോ സർജനാണ്. ഡോക്ടർ SP മെഡിഫോർട്ടിലെ കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ സർജനാണ്. ഡോക്ടറിന്റെ ക്ലിനിക്കിലാണ് ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഉള്ളത്. മോഹൻ സ്കിൻ ആൻഡ് ഗ്യാസ്ട്രോ കെയറിലാണ്. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഡോക്ടർ, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ചില ഭാഗങ്ങളിൽ മുഴ വരാറുണ്ട്. ഇപ്പോൾ വയറിന്റെ ഭാഗം കുറച്ച് ബഡ്ജ് ചെയ്ത് നിൽക്കുക. അപ്പോൾ ഇങ്ങനെ വരുന്നത് ഹെർണിയയുടെ തുടക്കമാണോ? ഈ ഹെർണിയ എന്ന് പറയുന്നത് ബോഡിയിലെ ഏതൊക്കെ പാർട്സിലായിരിക്കും വരിക? ഹെർണിയ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും കാണാറുണ്ട്. അത് മെയിൻ ആയിട്ട് കാണുന്നത് നമ്മളെ ഈ തൊടയെടുക്കലിൽ ആണ് കാണുന്നത്. അതിനാണ് ഇൻഗ്വൈനൽ ഹെർണിയ എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കാണുന്നത്. കാലും വയറിന്റെ ഭാഗത്ത് എടുക്കലായിട്ട് കാണുന്നതിനാണ് ഇൻഗ്വൈനൽ ഹെർണിയ എന്ന് പറയുന്നത്. അത് കൂടാതെ പൊക്കിളിൽ വരുന്ന ഹെർണിയ അംബ്ലിക്കൽ ഹെർണിയ എന്നും, പിന്നെ ആ പൊക്കിളിന്റെ മുകളിൽ കാണുന്നതിന് എപ്പിഗാസ്ട്രിക് ഹെർണിയ എന്ന് പറഞ്ഞാൽ പല പല ടൈപ്പ് ഹെർണിയ. ഇത് കൂടാതെ പല പല ഭാഗങ്ങളിൽ കാണാൻ സാധ്യത ഉണ്ടെന്ന് പറയാൻ കാരണം ഇതിനെല്ലാം പുറമെ നമ്മളെ ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് ഒരു മുറിവ് ഉണ്ടാക്കേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ, അതിപ്പം മറ്റു പല ഓപ്പറേഷൻ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഇപ്പം അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ ആയാലും ഒരു യൂട്രസ് റിമൂവ് ചെയ്യുന്നത് ഒന്നും വേണ്ട, ഒരു സിസേറിയൻ സെക്ഷൻ ഒരു 90% സ്ത്രീകൾക്ക് ഇപ്പൊ നെസസറി സെക്ഷൻ്റെ ഒരു സ്കാറൊക്കെ കാണും. അപ്പൊ ആ ഭാഗത്തൊക്കെ ഒരു വീക്ക്നെസ് വരും. ആ വീക്ക്നെസ്സിൽ കൂടെ കുടലും പണ്ടവും ചെറുതായിട്ടൊന്ന് പുറത്തിറങ്ങി വരുന്നതിന്റെ ഒരു ലക്ഷണമാണ് ഈ ബൾജ് എന്ന് പറയുന്നത്. അതിനാണ് ഹെർണിയ എന്ന് പറയുന്നത്. അപ്പൊ ഈ മുറിവിൽ വരുന്ന ഹെർണിയ ഇൻസെഷണൽ ഹെർണിയ എന്നും പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ ശരീരത്തിൽ ഏത് ഭാഗത്ത് ഒരു ഇൻസെഷൻ വരുന്നോ ആ ഭാഗത്ത് വരുന്ന ഹെർണിയ ഇൻസെഷണൽ ഹെർണിയ എന്നും പറയപ്പെടുന്നു. ഇതിന്റെ കാരണങ്ങൾ എന്താണ്? ഇനി ആഹാരത്തിൽ വരുന്നതാണോ? എന്താണ് ഇതുണ്ടാകാനുള്ള കാരണങ്ങളും ലക്ഷണങ്ങളും ഒക്കെ എന്താണ്? ബേസിക്കലി ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഈ ഭാഗങ്ങളിലൊക്കെ ബോഡിയുടെ പാർട്സ് കുറച്ച് വീക്കാണ്. അപ്പൊ വീക്ക് ആകാൻ കാരണം അത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും. ചില ആൾക്കാർക്ക് കൂടുതലായിട്ട് വീക്ക് ആയിരിക്കും, ഒരു ഗ്യാപ്പ് അവിടെ നോർമലി ഉണ്ട്. ചില ആൾക്കാർക്ക് ആ ഗ്യാപ്പ് കുറച്ചും കൂടെ കൂടുതലാവുന്നതുകൊണ്ടാണ് ഇൻഗ്വൈനൽ ഹെർണിയൊക്കെ വരുന്നത്. പൊക്കിളൊക്കെ എല്ലാവർക്കും അടഞ്ഞാണ് പോകുന്നത്. എന്നാൽ ചില ആൾക്കാർക്ക് ഒരു സ്റ്റേജ് വരുമ്പോഴത്തേക്കും പൊക്കിളിൽ കുറച്ചൊരു ഗ്യാപ്പ് വരും. ആ പൊക്കിളിൽ കൂടെ ഹെർണിയ പുറത്തു വരുന്നതിന് അംബ്ലിക്കൽ ഹെർണിയ എന്ന് പറയും. ഇത് മെയിൻ ഒരു അഡീഷണൽ റീസൺ വയറിനകത്ത് പ്രഷർ കൂടുന്നതാണ്. ഇപ്പൊ പ്രഷറും കൂടി ഒരു ഭാഗത്ത് വീക്ക്നെസ്സും വരുമ്പോൾ ഇതെല്ലാം കൂടെ പുറത്ത് ചാടുന്നു. അതിനാണ് ഹെർണിയ എന്ന് പറയുന്നത്. അപ്പൊ വയറിനകത്ത് പ്രഷർ കൂടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മലബന്ധമാണ്. മലബന്ധം വരുമ്പോൾ മുക്കുമ്പോൾ പ്രഷർ വരും. 2, യൂറിൻ പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഈ പ്രോസ്റ്റേറ്റിന്റെ പ്രോബ്ലം ഉള്ള 40 വയസ്സിന് മേലെ ചില ആൾക്കാർക്ക് പ്രോസ്റ്റേറ്റ് പ്രോബ്ലം വരും. അപ്പൊ മുക്കി യൂറിൻ പാസ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഹെർണിയ വരാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തേതായിട്ട് വരുന്നത് നമ്മൾ ഈ റെക്കറന്റ് കോഫ്, അതായത് ചുമ നിർത്താതെയുള്ള ചുമ, മറ്റേന്തെങ്കിലും ക്രോണിക് ചെസ്റ്റ് ഇൻഫെക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ചുമച്ച് വയറിനകത്ത് പ്രഷർ കൂടാം, അത് കൂടാം. പിന്നെ സ്ത്രീകളിലെ പ്രഗ്നൻസി മറ്റൊരു ഫാക്ടറാണ്. ഈ പൊക്കലിന് ആ സമയത്താണ് പൊക്കലിലെ ഹെർണിയ മിക്ക സ്ത്രീകൾക്കും വരുന്നതായിട്ട് കാണുന്നത്. അപ്പൊ അതൊരു വേറൊരു ഫാക്ടറാണ്. അപ്പൊ വയറിനകത്ത് പ്രഷറും കൂടി വീക്ക്നെസ് ആയിട്ടുള്ള ഒരു ഏരിയയും കൂടെ ഉണ്ട്, വീക്ക് ആയിട്ടുള്ള ഒരു ഏരിയയും കൂടെ ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് ഹെർണിയ വരും. ഓക്കെ. ഇപ്പൊ ഇതിന്റെ ചികിത്സ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഈ ഹെർണിയ വന്നു ബഡ്ജ് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മൾ എന്തായാലും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യും, ഇനി ഇത് ഹെർണിയ ആണോ എന്ന്. അപ്പൊ ഈ സർജറി ഇല്ലാതെ നമുക്ക് അതിനെ ആ സമയത്ത്, അതായത് ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് അത് മാറ്റാൻ സാധിക്കും? ആകപ്പാടെ സർജറി ഇല്ലാതെ മാറ്റാൻ പറ്റാൻ സാഹചര്യം ഉള്ളത് ഈ കുറച്ച് പ്രഗ്നൻസി
എന്നുള്ള ഒരു കാരണം വന്ന് ഹെർണിയ മാത്രമാണ്. ആ സമയത്ത് ഉണ്ടാകും നമ്മൾ ഈ വയറ് പെരുകി പെരുകി കുഞ്ഞും ഫ്ലൂയിഡും എല്ലാം കൂടെ വന്നിട്ട് വയറ് പെരുകി ഇതങ്ങ് വീക്കായി പോകുന്നതുകൊണ്ടാണ് ഹെർണിയ വരുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചൊന്ന് സ്ട്രെങ്തനിങ് എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ മസിൽസ് അടുത്ത് വരുമ്പോൾ ചിലപ്പോൾ ഒരു 50%-60% സ്ത്രീകൾക്ക് ഈ ഹെർണിയ അങ്ങ് മാറുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നതൊഴിച്ചാൽ മറ്റ് ഹെർണിയകൾ ഒന്നും തന്നെ മെഡിസിനിലൂടെ എക്സസൈസിലൂടെ മാറ്റാൻ പറ്റില്ല. അപ്പൊ അതിനെല്ലാം തീർച്ചയായിട്ടും 100% സർജറി ചെയ്തേ പറ്റുള്ളൂ. അതിപ്പം ബിഗിനിങ് സ്റ്റേജ് ആണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ്. കുഞ്ഞുങ്ങളിൽ ഹെർണിയ കാണാറുണ്ടല്ലോ, കൊച്ചു കുഞ്ഞുങ്ങളിൽ. അതെ. അപ്പൊ ഇവർക്ക് ഈ ഹെർണിയ ഉണ്ടാവുന്നത് എന്തുകൊണ്ടായിരിക്കും? ഈ ഒരു ബലക്കുറവുള്ളത് കൊണ്ടാണോ? കുറച്ച് ഈ പറഞ്ഞ പോലെ പൊക്കിൾ കൊടി ബന്ധം എന്നൊക്കെ കേട്ടിട്ടില്ല, പൊക്കിൾ. അപ്പൊ അത് സ്ത്രീകൾ അല്ല കുഞ്ഞുങ്ങളും അമ്മയും ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്, ഒരു ട്യൂബ് പോലത്തെ കണക്ഷനാണ്. അപ്പൊ പൊക്കിളിൽ നിന്നുള്ള ആ ഒരു കണക്ഷൻ കട്ടായി ആ പൊക്കിളങ്ങ് അടഞ്ഞു പോകുന്നതാണ് നോർമൽ പ്രക്രിയ. അപ്പൊ ചില കുഞ്ഞുങ്ങൾക്ക് അത് പൊക്കിൾ അടഞ്ഞു പോകാൻ കുറച്ച് വൈകാറുണ്ട്. ചില കുഞ്ഞുങ്ങൾക്ക് 2 വയസ്സാവും, 3 വയസ്സാവും, ചിലപ്പോൾ 5 വയസ്സ് വരെ ആയെന്നിരിക്കാം. അപ്പൊ ആ ഗ്യാപ്പ് ഇരിക്കുന്നിടത്തോളം അതിലൊരു ഹെർണിയ വരും. പക്ഷെ അത് തന്നെ അടഞ്ഞു പോകാൻ സാധ്യത 70% വരെ കുട്ടികൾക്കും തന്നെ അടഞ്ഞു പോയിക്കോളും. അല്ലാത്ത കുട്ടികൾക്ക് അതങ്ങനെ നിന്നിട്ട് കുഞ്ഞുങ്ങളിൽ ഹെർണിയ നിലനിന്ന് പോകുന്നതായിട്ട് കാണും. അപ്പൊ ആ കുട്ടികൾക്ക് മാത്രമേ സർജറി ആവശ്യം വരാറുള്ളൂ. അപ്പൊ ഈ ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് ആ കുഞ്ഞുങ്ങൾക്ക് ഹെർണിയ കാണുന്നത്. ഡോക്ടർ, നമ്മുടെ ആഹാരത്തിൽ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്? ഇപ്പൊ ഹെർണിയ അസിഡിറ്റി മൂലം ഹെർണിയ വരാനുള്ള ചാൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അസിഡിറ്റി മൂലം ഹെർണിയ വരാനുള്ള സാധ്യത ഇല്ല. ഹെർണിയ ഒരു സ്ട്രക്ചറൽ പ്രോബ്ലം ആണ്. അത് നമ്മളുടെ ഒരു അസിഡിറ്റിയുടെ ലെവൽ കൂടിയെന്നോ കുറഞ്ഞെന്നോ വെച്ചിട്ട് പുറമേ ഉള്ള ഹെർണിയ ഒന്നും തന്നെ അസിഡിറ്റി കാരണം വരുന്നൊരു ഹെർണിയ അല്ല. പക്ഷെ ഒരു ഹയാറ്റസ് ഹെർണിയ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ഹൈറ്റസ് ഹെർണിയ എന്ന് വെച്ചാൽ ആന്തരികമായിട്ട് സംഭവിക്കുന്നത്, അതായത് ഈ പറഞ്ഞ പോലെ വയറിനകത്ത് ഇരിക്കേണ്ട സാധനം പുറത്ത് ചാടുമ്പോഴാണ് ഹെർണിയ എന്ന് പറയുന്നത്. എന്നാൽ വയറിനകത്ത് ഇരിക്കേണ്ട ആമാശയം നെഞ്ചിലോട്ട് കയറുന്ന ഒരു സാഹചര്യമുണ്ട്, അതിനാണ് ഹയാറ്റസ് ഹെർണിയ എന്ന് പറയുന്നത്. ഈ ഹയാറ്റസ് ഹെർണിയ കാരണം ഈ അസിഡിറ്റി പ്രോബ്ലംസും പുൾസ് തേർട്ടിലും GERD വരെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ സിറ്റുവേഷനിൽ അതിനും സർജറി തന്നെ മാത്രമേ പരിഹാരമായിട്ടുള്ളൂ. അതിനൊക്കെ ആഹാരത്തിൽ നിയന്ത്രണം ആവശ്യമാണോ? ഒരു പരിധി വരെ അതിന് ആഹാര നിയന്ത്രണത്തിലൂടെ നമുക്ക് സിംറ്റംസ് കൺട്രോൾ ചെയ്യാവുന്നതാണ്. ആണല്ലേ. ഓക്കെ. അപ്പോൾ ഡോക്ടർ, ഈ ഹെർണിയ ഇപ്പോൾ നമ്മൾ സർജറി ചെയ്തു, പോയി, അത് മാറിപ്പോയി, പക്ഷെ എന്നാലും വീണ്ടും വരാനുള്ള ചാൻസ് ഉണ്ടോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബോഡി പാർട്ടിൽ ആ ആൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ടാവും? വേറെ ബോഡി പാർട്സിൽ മാത്രമല്ല, ആ ബോഡി പാർട്ട് ഹെർണിയ ചെയ്ത സ്ഥലത്ത് തന്നെ രണ്ടാമത് ഹെർണിയ വരാൻ സാധ്യത ഉണ്ട്. ഒരിക്കൽ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ആ പ്രോബ്ലം നമ്മൾ മെഡിസിൻ സർജറിയിലൂടെ കറക്റ്റ് ചെയ്ത് കൊടുത്താലും ഒരു ബേസിക് വീക്ക്നെസ് അവിടെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഒരു രണ്ടാമത് വരാൻ സാധ്യതയുള്ളത്. എന്നാൽ നമ്മൾ ഇപ്പോഴത്തെ പുതിയ ടെക്നിക്സ് ഒക്കെ വെച്ചിട്ട് മെഷ് എന്നൊക്കെ പറയും, പ്ലാസ്റ്റിക്കിന്റെ പോലത്തെ ഒരു പ്രോലീൻ എന്ന് പറയുന്ന ഒരു മെഷ് ഉണ്ട്. അതുപോലത്തെ പ്രോലീൻ മെഷ് നെറ്റ് ഇട്ട് കഴിഞ്ഞാൽ 99% ആൾക്കാർക്കും അത് രണ്ടാമത് വരാതെ നമുക്ക് സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ 1% ആൾക്കാർക്ക് പിന്നെയും അത് രണ്ടാമത് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ. അപ്പൊ അവർക്ക് വീണ്ടും ഇതുപോലെ സർജറി ചെയ്തുകൊണ്ടിരിക്കണം എന്നാണോ? അല്ല, അത് വരാതിരിക്കാൻ നമുക്ക് എക്സ്ട്രാ കെയർ കൊടുത്താൽ മതിയാവും. അത് 100% ആൾക്കാർക്ക് അതിലൂടെ ക്ലിയർ ആയി പോവും. അതായത് ഈ കുറച്ച് മുമ്പ് പറഞ്ഞ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടല്ലോ, അതായത് വയറിനകത്ത് പ്രഷർ കൂടാൻ സാധ്യതയുള്ള ഫാക്ടേഴ്സ് ഒഴിവാക്കി പോയി കഴിഞ്ഞാൽ ആ പ്രോബ്ലംസ് ഒന്നും നമുക്ക് കൺട്രോൾ ചെയ്ത് എടുക്കാൻ പറ്റും. ഡോക്ടർ, ഈ ഹെർണിയ നമ്മളിപ്പോ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നിസ്സാരവൽക്കരിച്ച് കളയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതിലെന്തെങ്കിലും പ്രോബ്ലംസ് വരുന്നുണ്ടോ? കാരണം അധികം പെയിൻ വരാത്തൊരു ഏരിയ ആണല്ലോ ഈ ഹെർണിയ എന്ന് പറയുന്നത്. അപ്പൊ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട്? ഇനിഷ്യൽ സ്റ്റേജസിൽ ഹെർണിയക്ക് പെയിൻ കാണത്തില്ല. അതിങ്ങനെ ഒരു ബൾജ് പോലെ വന്നും പോയി, അത് ഈ പറയും പോലെ ചുമയ്ക്കുമ്പോൾ മാത്രമേ അത് ബൾജ് പുറത്ത് വരത്തുള്ളൂ. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. ഞാൻ കിടന്നു കഴിഞ്ഞിട്ട് തള്ളി വിടുമ്പോൾ അതങ്ങ് അകത്ത് പോകുന്നുണ്ട്, അപ്പൊ എനിക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നൊക്കെ പറയും. പക്ഷേ ഇത് കുടലാണ്. കുടൽ എന്ന് പറയുമ്പോൾ ഒരു നീളത്തിൽ ഒരു ട്യൂബ് പോലത്തെ ഒരു മാല പോലത്തെ, കഴിക്കുന്ന ആഹാരം മലദോരം വരെ ഒറ്റ ട്യൂബ് പോലെ തന്നെയാണ്. അപ്പൊ ഇതിന്റെ ഒരു കുടലിന്റെ ഒരു ഭാഗം പുറത്തേക്ക് ഇറങ്ങി തള്ളി വന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഒന്ന് ചുമക്കുകയോ ഒരു ഹെവി വെയിറ്റ് എടുക്കുന്ന സമയത്ത് ഇത് പുറത്ത് ചാടി ചിലപ്പോൾ കൂടുതലായിട്ട് പുറത്ത് ചാടി കഴിഞ്ഞാൽ അത് അവിടെ അങ്ങ് ലോക്കായി പോകും. അങ്ങനെ ലോക്കായി കഴിഞ്ഞാൽ പിന്നെ അത് അകത്തേക്ക് പോകത്തില്ല. അത് അവിടെ ഇരുന്ന് അതിലേക്കുള്ള രക്തയോട്ടവും കുറഞ്ഞ് ഈ കുടല് ദ്രവിച്ചു പോവുകയാണ് ചെയ്യുന്നത്. കുടല് ദ്രവിച്ച് കറുത്ത് അഴുകിപ്പോവും. അപ്പൊ അതിനൊരു അറൗണ്ട് ഒരു 6-8 മണിക്കൂർ മതി ഇത്രയും സിറ്റുവേഷൻ ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഈ ഡ്യൂ കോഴ്സ് ഓഫ് ഇവന്റ്സ് ഒക്കെ നടക്കണം. അപ്പൊ ഒരു 6-8 മണിക്കൂറും സമയം നമുക്ക് കിട്ടും.
അതായത് ഈ കുടലിനെ സേഫ് ആയിട്ട് തിരിച്ചകത്തിടും. പക്ഷെ അത് അത്രയും എമർജൻസിയിലോട്ടൊക്കെ പോകണോ, പോയി കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കുടൽ കട്ട് ചെയ്യേണ്ടി വരും. കട്ട് ചെയ്താൽ പിന്നെ കണക്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മളത് മോശം പുറത്തു പോകുന്ന രീതിയിൽ കൊണ്ടുവെക്കേണ്ടി വരും വയറിന്റെ ഭിത്തിയിൽ. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ, മോശപ്പെട്ട സിറ്റുവേഷൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു 6-8 മണിക്കൂറിനകത്ത് ഓടി എത്താൻ പറ്റില്ല ഒരു ഹോസ്പിറ്റലിൽ. അത് പിന്നെ കൂടുതൽ ബ്ലഡിലേക്കൊക്കെ ഇൻഫെക്ഷൻ കയറും. പിന്നെ അത് ഡയാലിസിസ്, വെന്റിലേറ്റർ അങ്ങനെയുള്ള കോംപ്ലിക്കേഷനിലൊക്കെ പോകാം. അപ്പൊ അങ്ങനെയൊക്കെ പോകാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഏതൊരു ഹെർണിയും കൊണ്ട് നടക്കാതെ വേദന ആയില്ല എന്ന് പറഞ്ഞ് വേദന ആകുന്നവരെ കാത്തു നിന്നാൽ ചിലപ്പോൾ അത് ലൈഫ് ത്രെറ്റനിങ് സിറ്റുവേഷൻ ആവും. അങ്ങനത്തെ സിറ്റുവേഷനിലേക്ക് പോകാതെ നേരത്തെ അങ്ങ് സർജറി ചെയ്ത് ക്ലിയർ ചെയ്ത് ഇനിഷ്യൽ സ്റ്റേജിൽ ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് ക്ലിയർ ആയി പോകുന്നത് തന്നെയാണ് നല്ലത്. ഡോക്ടർ, നമുക്ക് ഹെർണിയ വന്നാൽ എന്തൊക്കെ ട്രീറ്റ്മെന്റുകളാണ് എടുക്കാൻ പറ്റുന്നത്? ഹെർണിയ വന്നു കഴിഞ്ഞാൽ 100% ഒറ്റ ട്രീറ്റ്മെന്റേ ഉള്ളൂ, സർജറി തന്നെയാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു അവൈലബിൾ ഫെസിലിറ്റീസ് ഒക്കെ വെച്ചിട്ട് ഇപ്പോഴത്തെ നൂതന ഇൻസ്ട്രുമെന്റ്സും ടെക്നിക്സും പിന്നെ 4K ക്യാമറ, അങ്ങനെ ഹൈ ഡെഫിനിഷൻ ക്യാമറ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് കീ ഹോൾ സർജറിയിലൂടെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെയധികം അഡ്വാൻറ്റേജ് ആണ്. അതായത് വലിയ മുറിവ്, അതായത് ഒരു 10-20 സെന്റിമീറ്റർ മുറിവൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഒരു 1/2 സെന്റിമീറ്ററിന്റെ ഒരു 2-3 മുറിവിലൂടെ നമുക്ക് ഈ ഹെർണിയ മാറ്റി അതിന്റെ ഇടയ്ക്ക് വല വെച്ച് ഇറങ്ങാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ സർജറി കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ ആൾ എഴുന്നേറ്റ് നടക്കുകയും ഫുഡ് എല്ലാം കഴിക്കും. ഒരു 3 ദിവസം കഴിഞ്ഞ് ജോലിക്ക് പോകാനും പറ്റും. അപ്പൊ പഴയ സർജറിക്ക് ആണെങ്കിൽ, ഓപ്പൺ സർജറിക്ക് ആണെങ്കിൽ ഒരു 2 മാസം വരെ നമുക്ക് റെസ്റ്റ് വേണ്ടി വന്നേക്കാം. ഇപ്പോഴത്തെ ഓപ്പൺ ഒരു കീ ഹോൾ സർജറി ഒക്കെ വെച്ചിട്ട് 2-3 ദിവസം കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് റിക്കവർ ചെയ്ത് പോയി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജുമായി ജോലിക്കും പഠിത്തത്തിനും ഒക്കെ പോകാൻ പറ്റും. Okay, thank you, doctor. Thank you for your valuable information about hernia. Thank you so much. Thank you.